അങ്ങനെ ഈ പയറിനെ ഈ കയറിൽ ഞാൻ കയറ്റി വിട്ടു. അതിവിടം വരെ എത്തി. ഇതേ ഈ പയറിൻ്റെ അറ്റം ഇങ്ങോട്ട് റൺ ചെയ്യാണ്. ഇതിനെ നമുക്ക് ഇങ്ങനെ അവിടെ വരെ പോയാലും അവിടെ കൊണ്ട് നിൽക്കും. പിന്നെ തിരിച്ച് റൺ ചെയ്യിക്കാനേ മാർഗമുള്ളൂ. നമ്മൾ നിത്യവഴുതന നല്ല രീതിയിൽ വള്ളിയിട്ടു. ഇതേ ഈ കയറ് വഴി ഞാൻ മുകളിലേക്ക് കയറ്റി വിട്ടു. പക്ഷേ ഇനിയാണ് പ്രശ്നം. നമുക്കിത് ഇങ്ങനെ മുന്നോട്ട് പോകാനേ പറ്റുന്നുള്ളൂ. താഴേക്ക് ഒരു ചെടിയും വളരില്ലല്ലോ. ചെടികളെല്ലാം വളരുന്നത് മുകളിലേക്കല്ലേ. ഈ പയറിനെ സമയാസമയം ഞാൻ ഈ കയറിലേക്ക് കെട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. ചുറ്റി കൊടുത്തു. അപ്പോൾ ഇത് അതും ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുക. ഇനി അത് അങ്ങോട്ട് പോകാം. പക്ഷേ എന്നാൽ പോലും നമ്മുടെ പ്രശ്നം അവിടെ കൊണ്ട് സോൾവ് ആകുന്നില്ല. അപ്പോഴാണ് എൻ്റെ തലയിൽ ഒരു ചെറിയ ഐഡിയ ഉദിച്ചത്. ഇതെൻ്റെ കുറ്റിപ്പയർ. ഈ കുറ്റിപ്പയറിനെ പിടിച്ച് കെട്ടാൻ വേണ്ടി ഞാനിവിടെ ഒരു കമ്പ് വെച്ചിട്ടുണ്ട്. എങ്കിൽ പിന്നെ വളരെ സ്പേസ് വളരെ കുറവാണ്. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ കുറ്റി ഉപയോഗിച്ചുകൂടാ, ഈ കമ്പ് ഉപയോഗിച്ചുകൂടാ? അങ്ങനെ ഈ കമ്പിനെ നമ്മൾ പന്തലിൻ്റെ ഒരു താങ്ങായിട്ട് ഉപയോഗിക്കുക. ഇടിച്ച് താത്ത് വെക്കുകയാണ്. ഇത് നമ്മുടെ കുറ്റിപ്പയറിന് സപ്പോർട്ടായിട്ട് കെട്ടി കൊടുത്തിരുന്ന ഒരു കമ്പാണ്. അടുത്തതായിട്ട് ഈ കയറിൻ്റെ ഒരറ്റം നമുക്ക് കെട്ടണം. അതിനുവേണ്ടി സെയിം ഗേറ്റ് തന്നെ ഞാൻ ചൂസ് ചെയ്തു. ഗേറ്റിൻ്റെ ഒരറ്റത്ത് പിടിച്ച് ഈ കയറിനെ കെട്ടുവാണ്. ഈ കയറ് നമ്മൾ ഗേറ്റിലേക്ക് കെട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വലിഞ്ഞെടുത്തു. ഇനി ഈ അറ്റം കൊണ്ടുപോയി നമുക്ക് അടിച്ച് കുറ്റിയിൽ കെട്ടാം. ഇവിടെ നമുക്കുള്ള സ്പേസ് വീതി എന്ന് പറയുന്ന വളരെ കുറവാണ്. അപ്പോൾ ഞാൻ ഈ കയറിനെ ഇങ്ങനെ വലിച്ചെടുത്തു. ഈ കുറ്റിയിലേക്ക് കെട്ടാം. വളരെ വീതി കുറവാണ്, എന്നാലും ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇവിടുന്ന് ഈ കമ്പിയിലോട്ട് കെട്ടണം. അപ്പോൾ ഏതാണ്ട് ഒരു ട്രയാങ്കുലർ പീസായിട്ട് നമുക്ക് ഒരു ചെറിയ ഏരിയ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ പഴയ സംഭവം തന്നെ കയറ് വലിച്ച് ഇവിടെ കെട്ടി, അടുത്ത കയറ് അടുത്ത എൻഡ് ഇതിനെ എടുത്ത് ഇങ്ങനെ കെട്ടിയാൽ ഇവിടെ ഒരു സ്പേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു തട്ട് പോലെ. അതായത് പയറിന് പടരാൻ ഒരു ഏരിയ കൂടെ നമുക്ക് ആക്കി കൊടുക്കാം. ഇപ്പം ഞാൻ കെട്ടിക്കൊടുത്ത കയറുകളാണ് ഇങ്ങനെ. അപ്പോൾ അവർക്ക് ഒരു കയറി പോകാൻ ഒരു സ്പേസായി. ഇനി വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടും കുറച്ച് കയറുകൾ കൂടെ കെട്ടിയാൽ ഇവർക്ക് ഈസി ആയിട്ട് കയറി പോകാനുള്ള ഒരു സ്പേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ പയറിൻ്റെ വള്ളി ഇതേ കമ്പി വഴി അങ്ങോട്ട് പോകാൻ തുടങ്ങുക. നമുക്ക് അവനെ ഒന്ന് പിടിച്ച് കെട്ടാൻ നോക്കാം. അപ്പോൾ ഇവിടെ കയറ് കെട്ടുന്നു. അടുത്തത് കമ്പിയിലേക്ക് ഇങ്ങനെ നമുക്കൊന്ന് തുറന്നു വിടാം. തുറന്നു വിട്ടിട്ട് നമുക്കിതിനെ ഇതേലോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാൻ
ഈ കയറിനെ മുറിക്കുന്നില്ല. അടുത്ത പോർഷൻ ഞാൻ ഇങ്ങോട്ട് തന്നെ ഇടുകയാണ്. എന്നിട്ട് ഇവിടെ കെട്ടാം. അപ്പോൾ ഇങ്ങനെയാക്കി. ഈ കയറിങ്ങനെ ഞാന്ന് താഴോട്ട് പോകാണ്ടിരിക്കാൻ ഒരു കവലക്കമ്പ് വെച്ച് ഒരു ഊന്നും കൊടുത്തു. അപ്പോൾ കമ്പിലൂടെ ചാരി നിൽക്കുന്നു. ഇനി നമുക്ക് ഈ ഉള്ളവരെ കൂടെ ഇതിൻ്റെ കൂടെ കെട്ടിവിടാം. അടുത്തത് പിടിച്ച് ഇങ്ങോട്ട്. അങ്ങനെ കയർ എത്ര ലെങ്ത് ഉണ്ടോ അത്ര ലെങ്ത് വരെ നമുക്ക് ഇങ്ങനെ കെട്ടി കെട്ടി കൊടുക്കാം. ഇതാണ് എൻ്റെ കൊച്ചു സ്ഥലത്ത് ഞാൻ കയറ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കെട്ടിയ ഒരു പന്തൽ. ആകെ വളരെ കുറച്ച് ഏരിയയേ ഉള്ളൂ. അപ്പോൾ വെർട്ടിക്കലായിട്ട് എത്ര കയറ് വേണേൽ കെട്ടിവിടാം. എന്നിട്ട് പന്തൽ പോലെ ഇതിനകത്തോട്ട് കയറ്റിവിടുകയും ചെയ്യാം. സ്പേസ് ഒക്യുപ്പൈ ചെയ്യുന്നത് വളരെ കുറവാണ്. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പയറിൻ്റെ വള്ളി ഇതിനെ എടുത്ത് ഇങ്ങോട്ട് വിടാം. നമ്മുടെ നിത്യവഴുതിനെ ഇത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അവനെ ഞാൻ ഇതിലെ വഴി തിരിച്ച് വിടുവാണ്. സോ ഇതാണ് ഇപ്പം ഞാൻ ചെയ്ത പന്തൽ. മാക്സിമം എല്ലാ ക്രീപ്പേഴ്സിനും ബേസ് വരുന്ന എല്ലാം ഒന്ന് തന്നെയാണ്. അവിടുന്ന് നമ്മൾ വെർട്ടിക്കലായിട്ടുള്ള കയറിലേക്കാണ് കയറ്റി വിട്ടത്. അവിടുന്ന് ഇങ്ങനെ ഒരു ചാഞ്ഞൊരു ചെറിയ പന്തൽ പോലെ കൊടുത്തിരിക്കുന്നു. എല്ലാ ക്രീപ്പേഴ്സിനും ഇത് തന്നെ കയറ്റി വിടണം. ഈ പന്തലിന് വേണ്ടി എടുത്തിരിക്കുന്ന സ്പേസ് വളരെ കുറവാണ്. ആകെ കുറച്ച് ഏരിയ മാത്രം ഒക്യുപ്പൈ ചെയ്തിട്ട് വെർട്ടിക്കലി നമ്മൾ കയറ് കെട്ടി ഈ ക്രീപ്പേഴ്സിനെ മുകളിലോട്ട് കയറ്റി അതിനുശേഷം താഴെ 2 കയറുകൂടെ കെട്ടിയിട്ട് ഇത് രണ്ടുമായിട്ട് ബന്ധിച്ചിരിക്കുകയാണ്. ഇവിടെ നിൽക്കുന്തോറും ഓരോരോ ഐഡിയാസ് വരുന്നു. അങ്ങനെ ഫൈനലി നമ്മൾ ഇതും കൂടെ ചെയ്തു. ഇങ്ങനെ ഒരു കയറുകൂടെ ഇവിടം തൊട്ട് അങ്ങ് വരെ കെട്ടിക്കൊടുത്തു. അപ്പോൾ ഇത് കുറച്ചുകൂടി സ്ട്രോങ് ആയി. അവർക്ക് റൺ ചെയ്യാനായിട്ട് ഒരു പാത്ത് കൂടെ കിട്ടി. അതായത് ഈ ഒരു കയറ് ഇപ്പം ഞാൻ കെട്ടിക്കൊടുത്താണ്. ഇതാണ് നമ്മുടെ പന്തലിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. ഇങ്ങനെ ഒരു ലൈൻ കൂടെ നമ്മൾ ഈ ഒരെണ്ണം കൂടെ എക്സ്ട്രാ ഇപ്പോൾ കെട്ടിക്കൊടുത്തു. അപ്പോൾ ഇനി ഇവർക്ക് റൺ ചെയ്യാനായിട്ട് നല്ല സ്പേസ് കിട്ടി.